ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി അതിന്റെ ബാലൻസ് നമുക്ക് നോക്കാം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടറിന്റെ ഗ്രോത്തിനെ പറ്റിയിട്ടാണ്. അതായത് എഡ്യൂക്കേഷനും ഹെൽത്തും ഒക്കെയാണ് നമ്മൾ ബേസിക് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന്റെ കാര്യങ്ങളായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി ഇന്ത്യയിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ വളർന്നു വന്നതെന്ന് നമുക്ക് നോക്കാം. സോ അതിനകത്ത് ഫസ്റ്റ് നമുക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ 3 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. 3 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഉള്ള കുട്ടികൾക്ക് ഈ ക്രഷേഴ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ക്രഷേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ അമ്മമാരൊക്കെ ജോലിക്ക് പോവുകയാണെങ്കിൽ ഡേ കെയർ പോലത്തുള്ള സംഭവങ്ങളുണ്ടല്ലോ. അതായത് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഡേ കെയർ പോലത്തുള്ള സംഭവങ്ങള്. അതുപോലെ തന്നെ 3-നും 6-നും വയസ്സിനിടയിലുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നഴ്സറികളും ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അംഗനവാടി, ബാലവാടി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള നഴ്സറികളാണ് ഈ അംഗനവാടി, ബാലവാടി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതല്ലാതെ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രൈവറ്റും പബ്ലിക്കും ആയിട്ടുള്ള ക്രഷേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ ക്രഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അമ്മമാര് ജോലിക്കൊക്കെ പോകുമ്പോൾ ഡേ കെയർ പോലത്തുള്ള സംഭവങ്ങളാണ് നമ്മൾ ക്രഷേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതും ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് അറിയാം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ തന്നെയാണെങ്കിൽ ഒരുപാട് പ്രൈവറ്റ് സ്കൂളുകൾ അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ, അതായത് പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് ഇത്തരത്തിലുള്ള കൃഷികളും അതുപോലെ തന്നെ അംഗനവാടി, ബാലവാടി പോലത്തുള്ള സംഭവങ്ങൾ, നഴ്സറികളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ്സിനും അതുപോലെ തന്നെ വീക്കർ സെക്ഷൻസ്, അതായത് നമ്മുടെ സമൂഹത്തിൽ വലിയ നഴ്സറികളൊക്കെ വിട്ട് പഠിപ്പിക്കാൻ, പ്രൈവറ്റ് നഴ്സറികളൊക്കെ വിട്ട് പഠിപ്പിക്കാൻ ഇപ്പൊ ഡൊണേഷൻ വരെ വാങ്ങിക്കുന്ന സ്ഥിതിഗതിയൊക്കെയാണുള്ളത്. അപ്പൊ അതിനൊന്നും കേപ്പബിലിറ്റി ഇല്ലാത്ത, കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അംഗനവാടി, ബാലവാടി പോലത്തുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗവൺമെന്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വലിയ ഹൈ ലെവൽ ഇത് ഒരുപാട് പൈസയൊക്കെ വാങ്ങിച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് കുട്ടികൾക്ക് വളരെ സേഫ് ആയിട്ട് പഠിക്കാനും കളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഗവൺമെന്റിന്റെ ബേസിസിൽ ഉണ്ടാക്കിയതാണ് ഈ അംഗനവാടികൾ, അതുപോലെ ബാലവാടി എന്നൊക്കെ പറയുന്നത് കേട്ടോ. സോ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ നോക്കിക്കോളുക. അടുത്തതാണ് എലമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എലമെന്ററി എഡ്യൂക്കേഷനിൽ നമ്മൾ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് പോലെ തന്നെ 6 തൊട്ട് 14 വയസ്സ് വരെ, അതായത് ഏകദേശം 1-ാം ക്ലാസ് തൊട്ട് 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ എവിടെ ഉൾപ്പെടുത്തുന്നത്, എലമെന്ററി എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ എലിമെന്ററി എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ആർട്ടിക്കിൾ 21A വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാൻഡേറ്ററി ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്. ദാറ്റ് മസ്റ്റ് ബി ഫ്രീ അല്ലെ. ആ ഒരു എഡ്യൂക്കേഷൻ ഫ്രീ ആയിരിക്കണം, മാൻഡേറ്ററി ആണ്, കമ്പൽസറി ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ 6 തൊട്ട് 14 വയസ്സ് വരെയാണ് നമ്മൾ എലിമെന്ററി എഡ്യൂക്കേഷനിൽ പറയുന്നത്. അടുത്തതാണ് ഫോർമൽ എഡ്യൂക്കേഷൻ. ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പഠിച്ചു വന്ന ഒരു രീതിയാണ്. ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ, കുറെ കുട്ടികൾ ഉണ്ടായിരിക്കും. ക്ലാസ് റൂം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെ ട്രെയിൻഡ് ടീച്ചേഴ്സ് നമുക്ക് ക്ലാസ് തരുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറയും. ഇപ്പൊ നമ്മുടെ സ്കൂളുകളിൽ ഇങ്ങനെ പഠിച്ചു വരുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അതാണ് ഫോർമൽ എഡ്യൂക്കേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പഠിക്കുന്നതിന് മുന്നേ ഞാൻ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു നമ്മൾ പോവർട്ടിയുടെ ചാപ്റ്ററിൽ അലിവേഷന്റെ കാര്യമൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ഗവൺമെന്റിന് 2 തരത്തിലുള്ള സ്കീമുകളാണുള്ളത്. ഒന്ന് സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. രണ്ടാമത്തത് സെൻട്രൽ സെക്ടർ സ്കീമാണ്. സെൻട്രലി സ്പോൺസേർഡും സെൻട്രൽ സെക്ടറും. ഇതിൽ സെൻട്രൽ സെക്ടർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിനുള്ള ഫണ്ട് എല്ലാം തരുന്നത്. ഇത് കംപ്ലീറ്റ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ്. നമ്മൾ എന്തെന്ന് പറയുന്നത് സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുന്നത്. അതേസമയം സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ കീഴിലായിരിക്കും വരുന്നത്, അത് നമ്മൾ പറയുന്ന നമ്മുടെ സ്റ്റേറ്റും സെൻട്രലും കൂടെ ആയിരിക്കും. വരുമ്പോഴാണ് അതിന് നമ്മൾ സെൻട്രലി സ്പോൺസേർഡ് എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ മാത്രമേ ചെയ്യുന്നുള്ളൂ, ബാക്കി സ്റ്റേറ്റ് കൂടെ ഇടും. അപ്പൊ ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് കേട്ടോ. സെൻട്രലി സ്പോൺസേർഡ് ആണ്. അപ്പൊ 1987 നമുക്ക് മാത്സ് ഓഫ് ഫോളോയിങ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ 1987 നമ്മുടെ രാജീവ് ഗാന്ധിയുടെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, NPE. 1986 NPE റിലീസ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത വർഷം തന്നെയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കൊണ്ടുവരുന്നത്.
ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പ്രൈമറി സ്കൂളുകൾ, നമ്മുടെ ഇന്ത്യയിലെ മൊത്തം പ്രൈമറി സ്കൂളുകളിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏറ്റവും ബേസിക് ആയിട്ട് കുട്ടികൾക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, അവർക്ക് പഠിക്കാൻ വേണ്ട കാര്യങ്ങൾ കൊണ്ടുവരിക. ഇതായിരുന്നു ഈ ഒരു ബ്ലാക്ക് ബോർഡ്, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ 1986 നമ്മുടെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്നു. തൊട്ട് പിറ്റേ വർഷം 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വരുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ 2 ക്ലാസ് റൂമുകൾ. അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് റെസിലിയന്റ് അല്ലാത്ത, ഒട്ടും വെതർ ഫ്രണ്ട്ലി അല്ലാത്ത ക്ലാസ് റൂമുകളാണ് അല്ലെ. ഇപ്പൊ നിങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ ഓടിട്ട സ്കൂളുകളിലൊക്കെ പഠിച്ചവർക്ക് അറിയാം, എന്താണ് മഴയൊക്കെ പെയ്യുമ്പോൾ ഒന്നെങ്കിൽ ക്ലാസ് എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ വെള്ളം ഇങ്ങനെ പുറത്ത് പെയ്യുന്ന മഴയെക്കാട്ടിലും കൂടുതൽ മഴ ക്ലാസ്സിൽ പെയ്യും അല്ലെ. അപ്പൊ എല്ലാ വെതറിലും യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ റൂമുകൾ, 2 ക്ലാസ് റൂമുകളെങ്കിലും വേണം കേട്ടോ. 2 ക്ലാസ് റൂംസ് വേണമെന്ന് പറയുന്നു. അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ, നമ്മൾ പ്രൈമറി സ്കൂളിലെ കുട്ടികളെയാണ് മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് ബോർഡിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രൈമറി സ്കൂൾ കുട്ടികളെയാണ്. സോ അവർക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ, ഗെയിം മെറ്റീരിയൽ, സംഭവങ്ങൾ, ബ്ലാക്ക് ബോർഡ് പേര് കൊണ്ടുവരാൻ നമുക്കറിയാം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നിർബന്ധമായിട്ട് ബ്ലാക്ക് ബോർഡ് വേണം, മാപ്പ് വേണം, ചാർട്ടുകൾ വേണം, മറ്റ് ലേണിംഗ് മെറ്റീരിയൽസ് വേണം. അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം 1986 ആ ഒരു NEP കാരണം, 1987 കാരണം 1987 വന്നിട്ടുള്ള ഈ സ്കീമിന്റെ ഉദ്ദേശങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇപ്പൊ ഫോർമൽ എഡ്യൂക്കേഷൻ നമുക്കറിയാലോ, ഒരു ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളോട് ഇരുന്ന് പഠിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോർമൽ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ട്. അതായത് ഈ കറക്റ്റായിട്ട് സ്കൂളുകളിലൊക്കെ പോകാൻ പറ്റാത്ത കുട്ടികളുണ്ടല്ലോ. അപ്പൊ ആ കുട്ടികൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇപ്പൊ 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തന്നെ നമ്മൾ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും കൊടുക്കുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികളുണ്ടല്ലോ. ഇപ്പം നമുക്കറിയാം ചില ഗ്രാമപ്രദേശങ്ങളിലുള്ള കുട്ടികൾ, ട്രൈബൽ ഏരിയാസിൽ, അതുപോലെ തന്നെ ഡെസേർട്ട്, ഹില്ലി റീജിയൻസ്, പിന്നെ അങ്ങനെയുള്ള അർബൻ സ്ലമ്മുകളിലൊക്കെയുള്ള കുട്ടികൾക്ക് എന്നും സ്കൂളിൽ പോകാൻ പറ്റണമെന്നില്ല. അപ്പൊ അവർക്കും ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസം ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. സോ അവർക്കും എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് അവർക്ക് ഫുൾ ടൈം ഇരുന്നില്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടെങ്കിലും പഠിക്കാം. അടുത്തതാണ് അഡൾട്ട് എഡ്യൂക്കേഷൻ. അഡൾട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15+ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരുടെ ആ ഒരു എണ്ണം, ആ ഒരു ലിറ്ററസി റേറ്റിനെയാണ് നമ്മൾ അഡൾട്ട് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു 15-നും 24 വയസ്സിൽ പ്രായം, അതിനിടയിൽ പ്രായമുള്ള ആൾക്കാർക്ക് ആർക്കൊക്കെ വായിക്കാനും എഴുതാനും അറിയാം. അതുപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ ഒരു ഷോർട്ട് പാരഗ്രാഫ് കൊടുക്കുവേ. അപ്പൊ ഈ ഷോർട്ട് പാരഗ്രാഫ് നോക്കിയിട്ട് എത്ര പേർക്ക് അത് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ അഡൾട്ട് ലിറ്ററസി റേറ്റ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ അഡൾട്ട് ലിറ്ററസി റേറ്റ് ആർക്കാ കൂടുതലെന്ന് ചോദിച്ചാൽ ഫീമെയിൽസിനും മെയിൽസിനും കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 2 കൂട്ടർക്കും കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ അഡൾട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പ് ഒന്ന് ശ്രദ്ധിച്ചോളാം. 15 തൊട്ട് 24 വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെയാണ് അവിടെ നമ്മൾ എടുക്കുന്നത് കേട്ടോ. 15 to 25 ഇയേഴ്സ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വായിക്കാനും എഴുതാനും അറിയണം. ഒരു ഷോർട്ട് പാരഗ്രാഫ് കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാനും പറ്റണം. സെക്കൻഡറി എഡ്യൂക്കേഷൻ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. അതായത് 9 തൊട്ട് 10 നമ്മൾ പറയും സെക്കൻഡറി എഡ്യൂക്കേഷൻ തുടങ്ങുന്നത്. പിന്നെ നമ്മൾ സീനിയർ സെക്കൻഡറി ക്ലാസ്സുകളിലേക്കാണ് പോകുന്നത്. സീനിയർ സെക്കൻഡറി ക്ലാസ്സിലാണ് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് +1 +2. അപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പൊ 10ാം ക്ലാസ് വരെ പഠിച്ചു വന്ന ഒരു രീതിയിലാണോ ഈ +1 +2? അല്ല അല്ലേ. കാരണം കുറച്ചുകൂടെ ആ ഒരു ബേസിക് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ മാത്സ് ഒക്കെ പഠിക്കുന്നവർക്ക് അറിയാം, നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ പോലത്തുള്ള ടോപ്പിക്കുകളിലേക്കൊക്കെ കിടക്കും. മെട്രിക്സ് ഒക്കെ പഠിക്കും. അതൊന്നും നമ്മൾ 10ാം ക്ലാസ് എങ്ങനെ പഠിക്കുന്നതല്ല. അപ്പൊ കുറച്ചുകൂടെ അനലിറ്റിക്കൽ ആയിട്ടുള്ള ബേസിക് സ്കില്ലുകളായിരിക്കും. ഇനി സയൻസ് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം, സയൻസ് പഠിക്കുന്നവരോടൊക്കെ ചോദിച്ചാൽ മതി, അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഈ ലാബ് അല്ലെ, കെമിസ്ട്രിക്കൽ ലാബ്, ഫിസിക്സ്. അപ്പം ആൾക്കാരുടെ ഒരു അനലിറ്റിക്കൽ സ്കില്ല് കൂടെ ഡെവലപ്പ് ആവുകയാണ്. അപ്പൊ അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഫർദർ തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ മിക്കവാറും ബയോളജി ഒക്കെ എടുക്കുന്ന ആൾക്കാർ MBBS പോലത്തുള്ള കോഴ്സുകൾക്കായിരിക്കും ഒരു മെജോറിറ്റി ആൾക്കാർ പോകുന്നത്.
അപ്പോൾ നമ്മുടെ ഒരു ഹയർ പ്രൊഫഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഒരു വഴിത്തിരിവ് അല്ലേ. ഇപ്പം നിങ്ങളുടെയൊക്കെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാ വർഷവും ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വഴിത്തിരിവാണെന്ന് പറയും അല്ലേ. 5ാം ക്ലാസ് ആകുമ്പോൾ പറയും, 10ാം ക്ലാസ് ആകുമ്പോൾ പറയും, 11th 12th ഒക്കെ ആകുമ്പോൾ പറയും. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് 11th 12th തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് പോകാനുള്ള ഒരു ബേസിക് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതും ഇതിനകത്ത് വരും. അടുത്തതാണ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ടും വരും, ജനറലും വരും അതുപോലെ തന്നെ ടെക്നിക്കലും വരും. ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി കാണുന്ന കോളേജുകളിൽ നമ്മൾ BA BSc അതൊക്കെ എടുത്ത് പഠിക്കുന്നതാണ് ജനറൽ എഡ്യൂക്കേഷൻ. എന്നാൽ ഈ പറയുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മൾ എടുക്കുന്ന BTech എന്ന് പറയുന്ന കോഴ്സൊക്കെ അല്ലെ, BTech അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡിപ്ലോമയ്ക്ക് പോവാണ്, അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി 1947 ഒരു അവസ്ഥയല്ല ഇപ്പൊ നമ്മുടെ ഇന്ത്യക്ക് അല്ലെ. അതായത് നമ്മുടെ ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ ഒരുപാട് ഡെവലപ്പായി. അതായത് 1950-51 വെറും 27 കോളേജുകൾ മാത്രമായിരുന്നു, യൂണിവേഴ്സിറ്റികൾ മാത്രമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ 2014-15 നോക്കിക്ക് 760 ആണുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും ഒരു വ്യത്യാസം. ഇനി ഇപ്പോഴത്തെ ഒരു കണക്ക് നോക്കുമ്പോൾ, കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് നോക്കുമ്പോൾ 1113 യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കൂടിയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആണ് UGC എന്ന് പറയുന്നത്. UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവരാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ ടീച്ചിങ്, എക്സാമിനേഷൻ, റിസർച്ച് അല്ലെ, ഗ്രാന്റ് കൊടുക്കുന്നത്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഈ പറയുന്ന UGC ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, UGC ആണ്. അപ്പൊ ഹയർ എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, UGC മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇവര് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാന്റുകൾ കൊടുക്കുന്നത്, അതിന്റെ റിസർച്ച് നടത്തുന്നത്, എക്സാമിനേഷൻ, നിങ്ങളറിയാം, നിങ്ങൾ UGC അപ്രൂവ്ഡ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ ചില കോഴ്സൊക്കെ എടുത്ത് നോക്കുമ്പോൾ UGC അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്, എന്നാൽ മാത്രമേ നമ്മൾ അത് എടുക്കാവൂ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ജനറൽ എഡ്യൂക്കേഷനിൽ വരുന്നതാണ് UGC ഒക്കെ. ഇനി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മുടെ സ്കില്ലാണ് അല്ലേ. അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ടെക്നോളജി കൂടുതലും ഇൻബിൽട്ട് ചെയ്യുക, ഇൻകൾക്കേറ്റ് ആയിട്ട് ഉപയോഗിക്കുക, അതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ടെക്നോളജി അല്ലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് തൊട്ട് തന്നെ നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇങ്ങനെ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ജവഹർലാൽ നെഹ്റു ഒക്കെ അതിന് നല്ല ഫോക്കസ് കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുപോലെ തന്നെ അതാണ്ട് ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കുക. AICTയുടെ ഫുൾ ഫോം ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. അതായത് നമ്മുടെ UGC ജനറൽ എഡ്യൂക്കേഷൻ, ജനറൽ ഹയർ എഡ്യൂക്കേഷൻ ഉള്ളതാണെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഉള്ളതാണ് AICT അഥവാ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ, മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. പല ഡിപ്ലോമകളായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും AICT എന്ന് പറയുന്നത്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണ്. അടുത്തതാണ് നമ്മൾ മിക്കവാറും ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും, ഇഗ്നോയിലാണ് ഞാൻ PG എടുക്കുന്നതെന്നൊക്കെ അല്ലെ, ഇഗ്നോയിലാണ് ഞാൻ ഡിഗ്രി എടുക്കുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ ഇഗ്നോ? ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ചുരുക്കമാണ് ഈ പറയുന്നത് ഇഗ്നോ എന്ന് പറയുന്നത്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പൊ ഇത് നമ്മുടെ 1985 പാർലമെന്റ് ആക്ട് വഴി വന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് കോളേജിൽ പോയി പഠിക്കാൻ ഒരു ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പൊ നമ്മൾ വീട്ടിൽ ഇരുന്ന് ജസ്റ്റ് ഇഗ്നോയുടെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കാം. അതായത് ഡിഗ്രി ആയാലും PG ആയാലും ഒരുപാട് കോഴ്സുകൾ, ഡിപ്ലോമകൾ, അതുപോലെ തന്നെ ഡോക്ടറൽ ഫെലോഷിപ്പുകൾ, ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിൽ, ഇത് നമ്മൾ ഡിസ്റ്റൻസ് ലേണിംഗ് എന്നാണ് പറയുന്നത്, ODL മോഡ് എന്ന് പറയും, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡ് എന്ന് പറയും. അതായത് വീട്ടിൽ ഇരുന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അതുവഴി ഇപ്പം കോളേജിലൊക്കെ പോകാൻ പറ്റാത്ത കുട്ടികൾ കാണുമല്ലോ. അപ്പൊ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, ഇത് നമ്മൾ എന്താന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്ത് തരാം. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക്, ഇപ്പൊ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ആർക്ക് വേണമെങ്കിലും പഠിക്കാം, എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, ഒരു കുഴപ്പമില്ല. ജസ്റ്റ് എക്സാം എഴുതി കൊടുക്കണം, രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇഗ്നോ എന്ന് പറയുന്നത് 1985 വന്നതാണ്, ആക്ട് ഓഫ് പാർലമെന്റ് വഴി വന്നതാണ്, ODL മോഡാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക.
ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3 മില്യൺ ആൾക്കാരാണ് ഈ ഇഗ്നോ ബേസ് ചെയ്ത് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് 21 സ്കൂൾസ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്, 67 റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്. ഈ നമ്പർ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് പറയുകയാണ്. 2667 ലേണർ സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്. 29 നമ്മുടെ രാജ്യത്ത് മാത്രമല്ല കേട്ടോ, പുറത്തും ഉണ്ട്. പിന്നെ 228 സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ഡിഗ്രി, അതുപോലെ ഡോക്ടറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പം അത്രയും വലിയൊരു ബ്രാഞ്ച് ഓഫ് ഇതാണ്, എഡ്യൂക്കേഷനാണ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ഇത് കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് സ്കില്ലില്ല എന്നുള്ളതാണ്. ലാക്ക് ഓഫ് സ്കില്ല് നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾ ജപ്പാനിലോട്ടോ ചൈനയിലോട്ടോ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ആൾക്കാർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ കോൺസെപ്റ്റുകളിൽ മാത്രമല്ല, അവരത് ചെയ്തു പഠിക്കും. അല്ലെങ്കിൽ അവർക്ക് പ്രാക്ടിക്കൽ നോളജ് ഭയങ്കര കൂടുതലാണ്, അവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്കില്ലാണ്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവർ പല കാര്യങ്ങളും സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്തത് ആ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1988 നമ്മളൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീം, നമ്മൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പഠിച്ചായിരുന്നു. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് ഈ പറയുന്ന സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന വൊക്കേഷണൽ എഡ്യൂക്കേഷനും ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്, 1988 കൊണ്ടുവന്നതാണ്. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റുകൾക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുക. അതായത് ഈ പറയുന്ന വൊക്കേഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആൾക്കാർക്ക് കൊടുക്കുക. അതായത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ, വർക്ക് ബുക്കുകൾ, ട്രെയിനിങ്, ടീച്ചർമാർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, ഇവാലുവേഷൻ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ നടത്താൻ വേണ്ടിയിട്ട്, പഠനം നടത്താൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1988 തൊട്ടുള്ള ഒരു പരിപാടിയാണ് വൊക്കേഷണൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. +2 ലെവലിലാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ പല കോഴ്സുകൾ, ഇപ്പോൾ ഡെന്റൽ കോഴ്സുകളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതായത് ഡെന്റൽ കോഴ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ ജനറൽ നേഴ്സിംഗ്, ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, +2 ലെവലിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ കോൺസെപ്റ്റ് പഠിക്കുകയല്ല, പകരം അത് പ്രാക്ടിക്കലി അത് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് ജവഹർ നവോദയ വിദ്യാലയ അല്ലേ. നവോദയ വിദ്യാലയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികൾ റെസിഡൻസ് ആയിട്ട് അവിടെ ചെന്ന് നിന്ന് പഠിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു നവോദയ വെച്ചിട്ടെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് 1 ജവഹർ നവോദയ വിദ്യാലയ ഇസ് ടു ബി സെറ്റപ്പ് ഇൻ ഈച്ച് ഡിസ്ട്രിക്ട്. ഇപ്പം നമ്മുടെ കൊല്ലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നവോദയ വിദ്യാലയം ഉള്ളത്. അപ്പോൾ അതല്ലാതെ 22 നവോദയ വിദ്യാലയസ് വരെ ഉണ്ട്. അതായത് SC പോപ്പുലേഷൻ കൂടുതലായിട്ടുള്ള ഏരിയയിൽ നവോദയ വിദ്യാലയസ് കൊണ്ടുവരണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അതായത് SC പോപ്പുലേഷൻ, നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ കൂടുതലായിട്ടുള്ള ഏരിയയിൽ കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നുണ്ട്. അല്ലാതെ ജനറൽ കേസാണ് നമ്മൾ പറഞ്ഞത്, ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു ജവഹർ നവോദയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ സാമ്പത്തിക സാമൂഹിക കണ്ടീഷൻ ഒന്നും നോക്കാതെ അവർക്ക് നല്ല മോഡേൺ ഗുഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതായത് നിങ്ങൾക്കറിയാം, ഈ നവോദയ വിദ്യാലയത്തിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിനൊരു എക്സാം ഉണ്ട്. അപ്പോൾ ആ എക്സാം എഴുതി കയറിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കുട്ടികൾക്ക് ഈ 9ാം ക്ലാസ് വരെ നവോദയയിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വീട്ടിൽ ചിലപ്പോൾ പഠിക്കാൻ സാഹചര്യം ഒന്നും ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോർഡിങ് പോലൊക്കെ ഇഷ്ടപ്പെടുന്ന പാരൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു നവോദയയുടെ കോച്ചിങ് ഒക്കെ കൊടുത്ത് വിടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം റൂറൽ ഏരിയാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഈ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ വളരെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ 3 ലാംഗ്വേജ് അവർക്ക് കമ്പൽസറി ആയിട്ട് പഠിച്ചേ പറ്റുള്ളൂ. 3 ലാംഗ്വേജസ്, ഇംഗ്ലീഷ്, മദർ ടങ്, അതുപോലെ ഹിന്ദി, ഇത് 3 അവർക്ക് നിർബന്ധമാണ്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താണ് അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം, നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് ഈ പറയുന്ന പോലെ കൂടുതൽ കുട്ടികൾ നവോദയയിലേക്ക് എത്തുന്നതിനൊരു കാരണം അതാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, 3 ലാംഗ്വേജസ് വരെ പഠിക്കുന്നുണ്ട്, അതുപോലെ ബെറ്റർ ആയിട്ടുള്ള സ്കൂൾ എഡ്യൂക്കേഷനാണ്. അടുത്തതാണ് കേന്ദ്രീയ വിദ്യാലയ. കേന്ദ്രീയ വിദ്യാലയം തുടങ്ങുന്നത് 1963. ഇതിൻ്റെ എല്ലാം ഡേറ്റ്സ് പഠിച്ചു വെച്ചേക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 88 വൊക്കേഷണൽ പഠിച്ചു. അതുപോലെ 1963 KV അഥവാ കേന്ദ്രീയ വിദ്യാലയം അല്ലേ, KV അഥവാ കേന്ദ്രീയ വിദ്യാലയം. കേന്ദ്രീയ വിദ്യാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെൻട്രൽ സ്കൂളുകളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലുടനീളം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ സെൻട്രൽ സ്കൂളുകളായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീടാണ് ഇത് എന്താവുന്നത്, കേന്ദ്രീയ വിദ്യാലയം അഥവാ KV ആയിട്ട് മാറുന്നത്. അപ്പം നേരത്തെ ഇത് സെൻട്രൽ സ്കൂളുകളായിരുന്നു, പിന്നീടാണ് ഇത് എന്തായിട്ട് മാറുന്നത്, KV ആയിട്ട് മാറുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഈ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ CBSE അഫിലിയേറ്റഡ് ആണ്. CBSE സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, CBSE അഫിലിയേറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം,
ഈ പട്ടാളക്കാരൊക്കെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല അല്ലേ. അവർ ചിലപ്പോൾ എന്താണ് സ്കൂളുകളൊന്നും ഇല്ലാത്ത വല്ല കാട്ടിലൊക്കെ ചിലപ്പോൾ അവർക്ക് പോസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ ഇവർ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ബ്രേക്ക് ആവും. അതായത് ചിലപ്പം കേരളത്തെ കുറച്ച് നാളുണ്ടായിരിക്കും, അവിടെ നിന്ന് ചിലപ്പോൾ അവർ വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ഉദ്ദേശം പാരാമിലിറ്ററി ആയിട്ടുള്ള അല്ലെ ഇന്ത്യൻ ഡിഫൻസ് സർവീസുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ ബെനിഫിറ്റ് ചെയ്യുക, അവരുടെ കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ KVയിൽ പഠിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ KVയിലെ ആയാലും പഞ്ചാബിലെ KVയിലെ ആയാലും വെസ്റ്റ് ബംഗാളിലെ KVയിലെ ആയാലും എല്ലാം സിലബസ് സെയിം ആണ്. അപ്പൊ കുട്ടി എങ്ങോട്ടോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യാം, അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് KVയിൽ പോയിട്ട് കുട്ടിയെ പേരും സംഭവമൊക്കെ പറഞ്ഞ് ഇരുത്തിയാൽ മതി, കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, കുട്ടിക്ക് ബാലൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ KV to KV അവർക്ക് എന്താണ് ഈ പറയുന്ന കരിക്കുലം സിമിലർ ആണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപോലെയാണ്. അപ്പം അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും കുട്ടികളുടെ പഠനത്തെ അത് ബാധിക്കുന്നില്ല. അപ്പൊ ഇതിനകത്ത് ഒരു 4 ഒബ്ജക്റ്റീവ്സ് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലുടനീളം ഒരേ സിലബസിൽ കുട്ടികളെ പഠിപ്പിക്കുക, കുട്ടികളെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ NCERT അല്ലെ CBSEയുടെ ഒക്കെ ഹെൽപ്പ് അവർ സ്വീകരിക്കുന്നുണ്ട് അല്ലേ. അപ്പം മറ്റു കുട്ടികൾ പഠിക്കുന്നത് പോലെ തന്നെ ഇവർക്കും പഠിക്കാം. ഓക്കെ, അപ്പം എഡ്യൂക്കേഷൻ ഇന്നോവേഷൻ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പൊ KVയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ AI ഒക്കെ ഒരു സബ്ജക്റ്റ് ആയിട്ട് അവർക്ക് പഠിക്കാനുണ്ട്, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോമിറ്റി കൊണ്ടുവരിക, അല്ലാതെ എന്താണ് എല്ലായിടത്തും ഒരേപോലെയുള്ള സിലബസ് ആണ്, സോ കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല, അവിടെ പഠിച്ചതിന്റെ ബാക്കി തന്നെ അവർക്ക് വേറെ എവിടെ വേണമെങ്കിലും പഠിക്കാം. ഇപ്പൊ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ഡിഫൻസ് പാരാമിലിറ്ററി ഇവർക്ക് മാത്രമല്ല കേട്ടോ, ഗവൺമെന്റ് ജോലിക്കാർക്കൊക്കെ ആണെങ്കിലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, KVയുടെ ഗുണങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, കേന്ദ്രീയ വിദ്യാലയത്തിന് ഇങ്ങനെ കുറച്ച് ഒരു 4 ഗുണങ്ങളുണ്ട്, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തതാണ് ജെൻഡർ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒന്നുകൂടെ നമുക്ക് എന്തൊക്കെയാ പറഞ്ഞതെന്നൊന്ന് പറയാം. ഇപ്പൊ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, എലിമെന്ററി എഡ്യൂക്കേഷൻ, ഫോർമൽ, നോൺ ഫോർമൽ ഉണ്ട്, അതുപോലെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, അഡൾട്ട് എഡ്യൂക്കേഷൻ, സെക്കൻഡറി ഹയർ എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, പിന്നെ ഇഗ്നോയുടെ കാര്യം പറഞ്ഞു അല്ലെ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, പിന്നെ നമ്മുടെ ജവഹർ നവോദയ വിദ്യാലയ KV, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന പോലെ ലിറ്ററസി റേറ്റ് എന്താണ് ഈക്വൽ ആണോ, അതായത് മെയിലും ഫീമെയിലും ലിറ്ററസി റേറ്റിന്റെ കാര്യത്തിൽ ഈക്വൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ലെന്ന് നമുക്കറിയാം അല്ലേ, ഈക്വൽ അല്ല എന്നുള്ള കാര്യം അറിയാം. പക്ഷെ അവർക്കിടയിൽ ഈ പറയുന്നത് പോലെ എന്താണ് കുറച്ച് മാത്രമേ ഗ്യാപ്പ് ഉള്ളൂ എന്നുള്ള കാര്യവും നമുക്കറിയാം. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഫീമെയിൽസും മെയിൽസും ഒക്കെ ഈ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ജെൻഡർ ഇക്വിറ്റി ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ വിമനെ മുന്നോട്ട് കൊണ്ടുവരേണ്ട നമ്മുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കേണ്ടത് ഗവൺമെന്റ് ആണ്. അപ്പൊ സത്യം പറഞ്ഞാൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിമൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ അവരുടെ റീപ്രൊഡക്റ്റീവ് ഏജിന്റെ ഇടയിൽ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളുടെ ആ ഒരു എണ്ണം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഫെർട്ടിലിറ്റി റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ റീപ്രൊഡക്റ്റീവ് ഏജിൽ 10ഉം 16ഉം കുട്ടികൾക്ക് വരെ ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞ് 1ഉം 2ഉം ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് എഡ്യൂക്കേഷൻ അതിനകത്ത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഒരുപാട് ഇങ്ങനെ ഡെലിവറി ഒക്കെ ചെയ്യുന്നത് വിമന്റെ ഹെൽത്തിനും ദോഷമാണെന്നുള്ളൊരു കോൺസെപ്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം സ്ത്രീകളുടെ ഹെൽത്ത് അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി റേറ്റിനെ ഒക്കെ എഡ്യൂക്കേഷൻ നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു പരിധി വരെ ജെൻഡർ ഇക്വിറ്റിക്ക് ഗുണപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു GR എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, ഇത് PYQ ആണ്. അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഇത് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ അല്ലെങ്കിൽ ഗ്രോസ് എൻറോൾമെന്റ് ഇൻഡെക്സ്, ഇത് രണ്ട് സെയിം സാധനം തന്നെയാണ്, ഒന്നെങ്കിൽ റേഷ്യോ അല്ലെങ്കിൽ ഇൻഡെക്സ്. അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓരോ തലത്തിലും ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ പ്രീ സ്കൂൾ ഉണ്ട്, എലിമെന്ററി ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ സെക്കൻഡറി സ്കൂളുണ്ട്, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അങ്ങനെ പോകുന്നുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഓരോ ലെവലിലും ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഈ സ്കൂളിൽ തന്നെ ഓരോ ലെവലിലും പഠിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെയാണ് നമ്മൾ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ അല്ലെങ്കിൽ ഗ്രോസ് എൻറോൾമെന്റ് ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എലിമെന്ററി, അതായത് 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ എത്ര പേര് എന്ത് ചെയ്തിട്ടുണ്ട്, എത്ര പേര് പഠിക്കാൻ സ്കൂളിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്തൊരു ലെവൽ മിഡിൽ സ്കൂളിൽ എത്ര പേര് പോകുന്നുണ്ട്, ഹൈസ്കൂളിൽ എത്ര പേര് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ ലെവലിലും എത്രമാത്രം കുട്ടികൾ എൻറോൾ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം പേര് സ്കൂളിൽ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഉപയോഗിക്കുന്നത്.
അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഈ ഗ്രോസ് എൻറോൾമെന്റ് ഇൻഡെക്സ് UN കൂടെ ചേർന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഗ്രോസ് എൻറോൾമെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഇൻഡെക്സ് ആണ്. അപ്പം GER മറന്നു പോരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പം ഈ വിമൻ്റെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ അത് ആവശ്യമാണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ ഒരു ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം കിട്ടും അല്ലേ? അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഫ്രീഡം കിട്ടിയാൽ തന്നെ നമുക്ക് വിമന് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി കൂടും. അതുപോലെ തന്നെ വീട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഗാർഹിക പീഡനം പോലത്തുള്ള ഇഷ്യൂസിൽ നിന്നൊക്കെ ഒരു പരിധി വരെ അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും. ഇപ്പോൾ ഒരു ജോലിയുള്ള സ്ത്രീയാണോ ജോലി ഇല്ലാത്ത സ്ത്രീയാണോ കൂടുതലും ഡൊമസ്റ്റിക് വയലൻസിന് വിധേയമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഡിപ്പെൻഡ് ആണ്. എങ്കിലും ഞാൻ പറയാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിമൻ ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കില്ല. അവർക്ക് പുറത്ത് പോകാൻ അവർക്ക് പുറത്ത് പോകാൻ പറ്റും. കാരണം അവരെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ? അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ അവർക്ക് പുറത്ത് പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. സ്ത്രീകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് അതുവഴി സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഫാമിലി വെൽഫെയർ പ്രോഗ്രാമുകൾ അല്ലെ, പോപ്പുലേഷൻ കൺട്രോളിലേക്കൊക്കെ അത് നയിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് വിമന്റെ ഫെർട്ടിലിറ്റി റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് നേരത്തെ പുരുഷന്മാരായിരുന്നു അല്ലെ, അവരാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇപ്പൊ സ്ത്രീകളും കൂടെ അതിനകത്ത് പങ്കുചേരുന്നുണ്ട്. അതായത് നല്ല ഫാമിലി പ്ലാനിങ് നടത്തുന്നുണ്ട് അല്ലെ, ഫാമിലി പ്ലാനിങ് നടത്തുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എഡ്യൂക്കേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അവരുടെ ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള അവയർനെസ് വരും. അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ നന്നായിട്ട് കെയർ ചെയ്യും. ഫാമിലി മെമ്പേഴ്സ് തിരിച്ച് അവരെയും കെയർ ചെയ്യണം അല്ലേ? അല്ല അതിപ്പോൾ സ്ത്രീകളുടെ മാത്രം ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഈ കെയർ എക്കോണമി എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ? കെയർ എക്കോണമി, അതായത് എല്ലാവരെയും കെയർ ചെയ്യേണ്ടത് വിമന്റെ മാത്രം റെസ്പോൺസിബിലിറ്റീസ് ആണ് കുറേ നാളായിട്ട്, കാലാകാലങ്ങളായിട്ട്. അപ്പൊ അതൊക്കെ മാറണം. ഇതെല്ലാം എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണ്, കെയർ ചെയ്യുക, ലവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ഒരു വിമനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാമിലി തന്നെ എഡ്യൂക്കേറ്റഡ് ആവും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. കാരണം ഒരു വിമൻ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു ഫാദർ ആണെങ്കിലും അവിടെ എന്താണ്, കുട്ടികൾക്ക് നല്ല മോറൽ വാല്യൂസ് കിട്ടും. അപ്പോൾ അതുവഴി ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവരെ അതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഇതെല്ലാം എന്താണ്, വിമന് എഡ്യൂക്കേഷൻ കിട്ടിയാലുള്ള ഗുണങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടാവും, ലൈഫ് ക്വാളിറ്റി കൂടും, പോപ്പുലേഷൻ കൺട്രോൾ ഉണ്ടാവും, ഹെൽത്ത് കെയർ ഉണ്ടാവും, അതുപോലെ തന്നെ ഫാമിലി ബെറ്റർ ആവും. എന്നാൽ നമുക്കറിയാം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത്ര പെർഫെക്റ്റ് അല്ല അല്ലേ? തീർച്ചയായിട്ടും അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനാഡിക്വേറ്റ് ഫെസിലിറ്റീസ് തന്നെയാണ്. ഇപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പോലത്തെ ഒരു പരിപാടി നമ്മുടെ ഇന്ത്യയിൽ വരാനുള്ള കാരണം തന്നെ നമ്മുടെ രാജ്യത്തുള്ള എഡ്യൂക്കേഷൻ്റെ അത്രയും ശോചനാവസ്ഥയാണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇപ്പൊ GER ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കുറവാണെന്നേ. അതായത് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. അതായത് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ 46% സ്ത്രീകളും എന്താണ്, ഇലിറ്ററേറ്റ് ആണ്. അതുപോലെ തന്നെ 24% പുരുഷന്മാരും ഇലിറ്ററേറ്റ് ആണ്. അപ്പൊ ഇത്രയും നല്ലൊരു നമ്പർ ഓഫ് ആൾക്കാർ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഇലിറ്ററേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാതെ കഴിയുന്നുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ അൺഈക്വൽ ആക്സസിബിലിറ്റി ആണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയാലും എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ആയാലും ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് രീതിയിലാണ് കിട്ടുന്നത്. ഇപ്പം പെൺകുട്ടികളെ പഠിപ്പിക്കാൻ ഇപ്പൊ ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ കല്യാണം കഴിച്ചു വിടും അല്ലേ? അവളെ ഇനി കൂടുതൽ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഫാമിലികൾ നമ്മുടെ ഇന്ത്യയിലില്ലേ? അല്ലെ 18 പോലും തികയാതെ കല്യാണം കഴിപ്പിച്ചു വിടുന്ന രീതികളുണ്ട് അല്ലേ? അപ്പൊ ഇതെന്നൊക്കെ പറയുന്നത് ഈ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് എന്താണ്, കുറവാണ്. മൂന്നാമത്തത് ഒരു വലിയ പ്രശ്നമാണ്, നമ്മുടെ എഡ്യൂക്കേഷന്റെ സിസ്റ്റം തന്നെ ശരിയല്ല. അതായത് നിങ്ങൾ തന്നെ നോക്കുക, ഇപ്പൊ നിങ്ങളായാലും കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടന്റ്സ് ആണ്. ഇത് എവിടെ അപ്ലൈ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഇതിന്റെ സൊല്യൂഷൻ എന്താണ്, ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. വെറുതെ കുറെ കണ്ടന്റ്സ് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ അടിച്ചടിച്ചടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൽ മാറി അവിടെയൊക്കെ എഡ്യൂക്കേഷൻ വൊക്കേഷണലോ അല്ലെങ്കിൽ ടെക്നിക്കലോ ആവുന്നതാണ് എല്ലാവർക്കും നല്ലത്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ മാറുന്നില്ല. അപ്പൊ അത് മാത്രമല്ല, കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ പൂർ ക്വാളിറ്റി ഉള്ള സാധനങ്ങളുമാണ്. നമുക്കൊരു സ്പേസ് തരാത്ത രീതിയിലാണ് അല്ലെ? ഇപ്പൊ നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നു, ഫിസിക്സ് പഠിക്കുന്നു, ഇപ്പം +2 ഒക്കെ കഴിയുന്ന പിള്ളേർ പലരും +2 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മാത്സ് ഒക്കെ പഠിക്കുന്ന പിള്ളേർ ചോദിക്കുന്നതാ, ഇതൊക്കെ എന്തിനാ പഠിച്ചിട്ട്, ഇതൊക്കെ പഠിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിൽ എന്താ ഗുണം എന്ന് ചോദിക്കാറുണ്ട്. എല്ലാത്തിനും ഗുണമുണ്ട്, പക്ഷെ നമുക്കത് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അറിയുന്നില്ല. ഓക്കെ, അനലിറ്റിക്കൽ സ്കിൽസ് ബെറ്റർ ആക്കാൻ നോക്കുകയാണ്, പക്ഷെ നമുക്കത് മാർക്ക് വാങ്ങിക്കാനുള്ള കാര്യമായിട്ട് മാത്രം മാറുകയാണ്. സോ ആ ഒരു കണ്ടന്റ്സ് ഭയങ്കര പൂർ ക്വാളിറ്റി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഫെസിലിറ്റീസ് കുറവാണ്, ആക്സസിബിലിറ്റി കുറവാണ്, അതുപോലെ തന്നെ ക്വാളിറ്റി കുറവാണ്.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം ജെൻഡർ ഇഷ്യൂസിൻ്റെ കാര്യമൊക്കെ നമുക്ക് നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ, പിന്നെ അതിൻ്റെ പ്രോബ്ലംസ്, എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മൊത്തം ഒന്ന് പഠിച്ചിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാം. താങ്ക്